മൂകാംബികാ ദേവിയുടെ 3 ഭാവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ദേവി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സങ്കല്പത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. ദേവിയുടെ ഈ 3 ഭാവങ്ങളെയും ഒരുമിച്ച് കാണാനായിട്ട് ക്ഷേത്ര ശ്രീകോവിലുള്ള അമ്മയുടെ ജ്യോതിർലിംഗം കണ്ടാൽ മതിയാവും. പ്രധാന വിഗ്രഹത്തിന് താഴെയായിട്ട് സ്വയംഭൂവായിട്ട് അതിവിശിഷ്ടമായിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടുവരുന്ന ആ ജ്യോതിർലിംഗത്തിലാണ് ദേവിയുടെ 3 ഭാവങ്ങളെയും ആവാഹിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ആ ജ്യോതിർലിംഗത്തിൽ നോക്കി പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത് എന്ന് പറയുന്നത്. ഇനി ആ ജ്യോതിർലിംഗത്തിന് പുറകിലായിട്ട് നമ്മൾ കാണുന്ന ദേവിയുടെ പ്രധാന വിഗ്രഹം, ചതുർബാഹുവായിട്ടുള്ള ദേവിയുടെ പ്രധാന വിഗ്രഹത്തിൽ 2 തരത്തിലുള്ള അലങ്കാരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ ആദ്യത്തേത് രാജരാജേശ്വരി അലങ്കാരമാണ്. രാജരാജേശ്വരി അലങ്കാരത്തിൽ ദേവി സിംഹാരൂഢയായിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് ഭക്തർക്ക് ഇങ്ങനെ ദർശനം നൽകും. ഇത് ഏകദേശം ഒരു ഉച്ച ശീവേലി വരെയായിരിക്കും രാജരാജേശ്വരി അലങ്കാരത്തിൽ നമുക്ക് ദേവിയെ കാണാൻ സാധിക്കുക. അതിനുശേഷം ദേവിയുടെ നിജസ്വരൂപത്തിലുള്ള അലങ്കാരം, അപ്പോഴും ദേവി ഇതുപോലെ സർവാഭരണ വിഭൂഷിതയായിട്ട് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ആ ശ്രീകോവിൽ ഇങ്ങനെ ഉണ്ടാവും. അത് നമുക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം, അതായത് ഉച്ച ശീവേലിക്ക് ശേഷം നമുക്ക് ആ നിജസ്വരൂപത്തിലുള്ള അലങ്കാരവും കാണാൻ സാധിക്കും. അപ്പോൾ ഇനി മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.